ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലബാറുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുമ്മക്കായ് നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കല്ലുമ്മക്കായ് നിറച്ചത് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ആദ്യം സ്റ്റീം ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളിയാണ്. അപ്പം കുറേ പേരൊക്കെ ഇത് നല്ലോണം ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ പേരൊന്നും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കല്ലുമ്മക്കായൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ തോടിൻ്റെ പുറത്ത് എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കത്തി വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് ചുരണ്ടി കളയാം. എന്നിട്ട് നടുവേ ഒന്ന് ഓപ്പൺ ആക്കുക, കത്തി വെച്ചിട്ടൊന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അത് കളയുക. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു നൂല് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും നമ്മൾ എടുത്ത് കളയാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ എനിക്ക് കിട്ടിയത് കുറച്ച് ചെറിയ കല്ലുമ്മക്കായാണ്. ഇതുപോലെ നാര് പോലത്തെ എന്തെങ്കിലും കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ക്ലീൻ ആക്കിയ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ അരി പൊതിർത്തി വെച്ചതാണ്. ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം പൊതിർത്തി വെച്ചിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. റേഷൻ അരി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പുഴുങ്ങലരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം നമ്മൾ കഴുകി വെച്ച അരിയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വലിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലും കൂടുതൽ ടേസ്റ്റ് നമ്മളെ ചെറിയ ഉള്ളിക്കാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അപ്പോൾ ഗ്രൈൻഡറിലോട്ടേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓവർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരയൂല. നമ്മൾ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അതുമല്ല ഓവറായിട്ട് അരഞ്ഞു പോകാനും പാടില്ല. ഇതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി കടിക്കൂലേ, അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കല്ലുമ്മക്കായ്ക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓവർ വെള്ളം ചേർക്കാതെ കുറച്ച് മാത്രം അരച്ചെടുക്കാം. കുറച്ച് ഇട്ടിട്ട് അരക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഓവർ ടൈറ്റും ആയിട്ടില്ല, ഓവർ ലൂസും ആയിട്ടില്ല. ഈ രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ കല്ലുമ്മക്കായിലേക്ക് നിറക്കാൻ പോകുന്നത്. പിന്നെ ചിലവർ ഇത് അരക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. എന്നിട്ടൊരു മഞ്ഞ കളറിലാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക. ഞാനിവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട, അത് ഓപ്ഷനിലാണ്. ഇപ്പം നമുക്ക് അരി അരച്ചത് ഓരോന്നായിട്ട് കല്ലുമ്മക്കായിലേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ കല്ലുമ്മക്കായ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് എടുത്തിട്ട് ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് നിറച്ച് കൊടുക്കാം. പിന്നെ അരി നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ നിറക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റ് ഇല്ലാണ്ടായി പോവും. അപ്പോൾ ഇത് പാകത്തിന് മാത്രം അരി നിറച്ച് കൊടുക്കുക. ചിലവരൊക്കെ നന്നായിട്ട് കുത്തി നിറച്ചിട്ട് ആ കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റേ ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ അതുപോലെ ചെയ്യാണ്ട് പാകത്തിന് മാത്രം നിറച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് നിറച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കിയുള്ളതെല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിന്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
ഒരു 3/4 മണിക്കൂർ എടുക്കും ഒന്ന് സ്റ്റീമായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൽ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ടേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ ഇതിലോട്ടേക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചത്, അത് തൊലി കളയാതെ തന്നെ നന്നായി കഴുകിയിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, അത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അരിപ്പൊടിയും കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അത് കുറച്ച് കട്ടിയായിട്ട് മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഒരു കട്ടിയുള്ള ഒരു പരുവാക്കി മാറ്റുക. ഇപ്പം നമുക്ക് പൊരിച്ചെടുക്കാനുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ കല്ലുമ്മക്കായ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോടെല്ലാം മാറ്റി കൊടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കല്ലുമ്മക്കായിൻ്റെ ഇറച്ചി പോകാതെ തന്നെ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കല്ലുമ്മക്കായിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മസാലക്കൂട്ടിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ കല്ലുമ്മക്കായ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഫ്രൈ ആകുന്ന രീതിയിൽ മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കല്ലുമ്മക്കായ നിറച്ചത്. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് മിസ്സാവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.